ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് എ ഫോർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായ STLC എന്ന ടോപ്പിക്കാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നമുക്കറിയാം, കമ്പ്യൂട്ടർ സയൻസിലെ യൂണിറ്റ് 6 ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇമ്പോർട്ടൻസ് മീൻസ് നമുക്ക് കൂടുതൽ സുഖത്തിൽ പഠിച്ചെടുക്കാൻ പറ്റിയൊരു യൂണിറ്റാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങുന്ന മുമ്പ് തന്നെ നമ്മുടെ എ ഫോർ എഡ്യൂക്കേഷൻ്റെ മിഷൻ JRF ബാച്ചിൻ്റെ ഒക്കെ അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന അഡ്മിഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്താവുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ എ ഫോർ എഡ്യൂക്കേഷൻ തന്നെ നിങ്ങൾക്ക് നെറ്റ് കോച്ചിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഫ്രീ ആയിട്ട് ഗൈഡൻസ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ. അപ്പോൾ നമുക്കതിൽ ഫ്രീ കണ്ടൻറ്റും ഫ്രീ ഡെയിലി ടെസ്റ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ഫ്രീ കണ്ടൻറ്റൊക്കെ യൂസ് ചെയ്തിട്ട് എ ഫോർ എഡ്യൂക്കേഷൻ്റെ ഭാഗമാകാം. ആൻഡ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നോക്കുന്നത്. SDLC, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. നമുക്കറിയാം എല്ലാവർക്കും എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ എൻ്റെ സ്റ്റുഡൻസൊക്കെ നമുക്ക് ഇപ്പോഴത്തെ സ്റ്റുഡൻസൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര മടുപ്പാണ്. പഠിച്ചെടുത്താലും അത് മറക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ക്ലാസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ഉറക്കം വരും. സ്വാഭാവികം എല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവം. കാരണം എന്താ, ഫുൾ തിയറിറ്റിക്കൽ ബേസ്ഡാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സും അതുപോലെ തന്നെ എന്തെങ്കിലും കുറേ തിയറീസാണ്, നമുക്ക് കൂടുതൽ വായിച്ചെടുക്കേണ്ട സംഭവമാണ്. സോ നമുക്ക് പോയിൻ്റ് വൈസ് ആയിട്ട് സ്പീഡായിട്ടൊന്ന് പോകാം. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ നമുക്ക് പോയിൻ്റ് വൈസ് ആയിട്ട് എന്താണ് SDLC, അതിൻ്റെ ലൈഫ് സൈക്കിളൊക്കെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ പോകുന്നത്. SDLC, ഇറ്റ് ഈസ് എ പ്രോസസ് ഫോളോഡ് ഫോർ software building within a software organization. So it is a process followed for software building. Software build ചെയ്യാൻ ഒരു ഓർഗനൈസേഷൻ പ്രോസസ് ചെയ്യുന്ന ഫോളോ. SDLC consists of a precise plan that describes how to develop, maintain, replace and enhance specific software. ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം, സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് പ്രോപ്പർ പ്ലാൻ വേണം. അതാണ് SDLC എന്ന് പറഞ്ഞാൽ. ഒരു എങ്ങനെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ റീപ്ലേസ് ചെയ്യാം, എങ്ങനെ ആ ഒരു സ്പെസിഫിക് സോഫ്റ്റ്വെയർ എൻഹാൻസ് ചെയ്യാം. The life cycle defines a method for improving the quality of software and the all-round development processes. The life cycle defines a method for improving the quality of software and the all-round development. അതായത് ആ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിനൊക്കെ എന്ത് ചെയ്തു നമുക്ക് ഇതാക്കാൻ ചെയ്യും നമുക്ക്. ആൻഡ് ഇറ്റ് ഈസ് എ പ്രോസസ് ഫോളോ. എന്താണ് വാട്ട് ഈസ് SDLC? നമുക്ക് എന്താണ് SDLC എന്ന് നോക്കാം അല്ലേ. സോ എന്താണ് SDLC എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് എ പ്രോസസ് ഫോളോഡ് ഫോർ സോഫ്റ്റ്വെയർ ബിൽഡിംഗ് വിത്തിൻ എ സോഫ്റ്റ്വെയർ ഓർഗനൈസേഷൻ. സോഫ്റ്റ്വെയർ ബിൽഡിങ്ങിന് ഒരു പ്രോസസ്സാണ് അല്ലേ, ഒരു സോഫ്റ്റ്വെയർ ഓർഗനൈസേഷൻ്റെ അകത്ത് ഒരു പ്രോസസ്സാണ്. നമുക്ക് കമ്പനിയൊക്കെ എന്ത് ചെയ്യും, അവിടെ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. SDLC കൺസിസ്റ്റ് ഓഫ് എ പ്രിസൈസ് പ്ലാൻ that describes how to develop, maintain, replace and enhance specific software. The life cycle defines a method for improving the quality of software and the all-round development process. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവിധ രൂപങ്ങളിൽ വന്ന വേർഡ്സാണ്. ഇങ്ങനെ വരാൻ കാരണം, ഇങ്ങനെ തരാൻ കാരണം എന്താണ്, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വരിക. സോ നിങ്ങൾ മാക്സിമം റീഡ് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന സംഭവങ്ങളെ കേൾക്കും. സോ ഒന്നും കൂടി റീഡ് ചെയ്യുക. ചിലപ്പം റീഡ് ചെയ്താൽ ചിലപ്പം കിട്ടില്ല, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് റീഡ് ചെയ്തത് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പാർട്ട്. സോ അതിനാണ് ഞാൻ വ്യത്യസ്ത വേർഡുകൾ, വ്യത്യസ്ത സെൻറ്റൻസിൽ എന്ത് ചെയ്യും, സെയിം കൺസെപ്റ്റ് തന്നെ. ഇപ്പം നിങ്ങൾക്ക് നേരത്തെ സ്ലൈഡും ഈ സ്ലൈഡൊക്കെ ചെറിയൊരു സെയിം ആയിട്ട് തോന്നാം. നീഡ് സ്റ്റേജസ്. സോ നമ്മൾ എന്താണ് SDLC ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്താ പഠിച്ചു. ആൻഡ് സ്റ്റേജസ് SDLCൻ്റെ സ്റ്റേജസും കാര്യം നമുക്ക് നോക്കാം. സോ SDLC സ്പെസിഫൈസ് ടാസ്ക് ടു ബി പെർഫോംഡ് അറ്റ് വേരിയസ് സ്റ്റേജസ് ബൈ എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഓർ ഡെവലപ്പർ. പല സ്റ്റേജുകളിലോ. അപ്പോൾ ഞാൻ പറയുന്ന സ്റ്റേജുകളിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ നോട്ട് നോക്കിയാൽ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പലർക്കും പല മീൻസ് കൺസെപ്റ്റുകൾ ഒന്നായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ വേർഡുകളാവില്ല ചിലപ്പോൾ അവിടെ ഉണ്ടാകുക. ഡിസൈൻ എന്നുള്ളത് ചിലപ്പം ചെറിയ മാറ്റങ്ങളുണ്ടാവും. സോ ഇവിടെ നമുക്ക് സ്റ്റേജുകൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പ്രൊവൈഡ് ചെയ്യേണ്ട at various stages. It ensures that the end product is able to meet the customer's expectation and fits within the overall budget. ഇപ്പോൾ ബഡ്ജറ്റ് മെയിൻ തിങ് ആണല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു ഓവറോൾ ബഡ്ജറ്റിന് വേണ്ടിയിട്ട് അത് എൻഷുർ ചെയ്യണം, ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുക എന്നുള്ളത്. ഹെൻസ് ഇറ്റ് ഈസ് വൈറ്റൽ ഫോർ എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ടു ഹാവ് പ്രയർ നോളജ് ഓഫ് ദിസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്. ഒരാൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം, അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് നോളജ് വേണം ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിനെ പറ്റിയിട്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ നമുക്ക് പ്രോപ്പർ ബഡ്ജറ്റിലാവില്ല, പ്രോപ്പർ പ്ലാൻ ഒന്നും ഇല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ ഫോളോ ചെയ്തില്ലെങ്കിൽ എന്താവും, സ്വാഭാവികമായിട്ട് ആ സോഫ്റ്റ്വെയർ എന്താവും, ഇല്ലാണ്ടാവും. 6 സ്റ്റെപ്പാണ് അതിന്. SDLCക്ക് 6 സ്റ്റെപ്പാണുള്ളത്. മെയിനായിട്ട് ഇറ്റ്സ് വൈറ്റൽ ഫോർ എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ടു ഹാവ് പ്രയർ നോളജ്
ടു ഓഫ് ദിസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്. ആൻഡ് ആ ഒരു 6 സ്റ്റെപ്പുകളാണ് എന്തൊക്കെയുള്ളത്? പ്ലാനിങ്, ഡിഫൈനിങ്, ഡിസൈനിങ്, ബിൽഡിങ്, ടെസ്റ്റിങ്, ഡിപ്ലോയ്മെൻറ്റ്. ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ചെറിയ വേർഡിലാവും, ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ നോട്ട്സൊക്കെ നോക്കുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ ഡിഫൈൻ ചെയ്ത വേറെ വേർഡ്സിലൊക്കെ ആയിരിക്കും ഈ 6 സ്റ്റെപ്പുകൾ ഉണ്ടാകും. സോ നമുക്ക് SDLCക്ക് 6 സ്റ്റേജുകളാണുള്ളത്. അതിൽ പ്ലാനിങ്, ഡിഫൈനിങ്, ഡിസൈനിങ്, ബിൽഡിങ്, ടെസ്റ്റിങ്, ഡിപ്ലോയ്മെൻറ്റ്. സോ നമുക്ക് ഓരോ സ്റ്റേജുകളും ഒന്ന് നോക്കാം. പ്ലാനിങ് ആൻഡ് റിക്വയർമെൻറ്റ് അനാലിസിസ്, ആ വേർഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റി പ്ലാൻ ചെയ്യാണ്. ആൻഡ് റിക്വയർമെൻറ്റ് അനാലിസിസ്, എന്തൊക്കെ റിക്വയർമെൻറ്റ് ഉള്ളത് അനാലിസിസ് ചെയ്യാണ്. The information from this analysis form the building blocks of basic project. സോ ഇതൊരു സ്റ്റഡി ഫേസ് ആണ് അല്ലേ. നമുക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന് വേറെ കുറേ ലൈഫ് സൈക്കിൾസ് ഒക്കെ ഉണ്ടാവും, എല്ലാം സെയിം ആയിരിക്കും, ചെറിയ ചെറിയ വേർഡ്സിലെ മാറ്റം ഉണ്ടാവുള്ളൂ. ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോജക്റ്റ് ഈസ് എ റിസൾട്ട് ഓഫ് പ്ലാനിങ്. സോ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, ഉഷാറാകണമെന്നുണ്ടെങ്കിൽ ആ പ്ലാനിങ് ആണ്. അടിത്തറ മീൻസ് ആ ഒരു ബേസ്മെൻ്റ് ആണ് എന്ത് പ്ലാനിങ് ആൻഡ് റിക്വയർമെൻറ്റ് അനാലിസിസ് എന്നുള്ള ഏരിയ. Thus, in this stage, the basic project is designed with all the available information. ഈ ഒരു പ്രോജക്റ്റിൽ എന്ത് ചെയ്യുക, ഇതാണ് ബേസിക് പ്ലാൻ, ഇവിടെ നിന്നാണ് നമുക്ക് ബേസിക് പ്ലാൻ ഉണ്ടാകുക. സോ ബേസിക് പ്രോജക്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു അനലൈസിൽ നിന്നുണ്ടാകുന്ന ഇൻഫർമേഷൻ എന്നാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് പ്ലാനിങ് ഈസ് എ ക്രൂഷ്യൽ സ്റ്റെപ്പ് ഇൻ എവറിത്തിങ്, ജസ്റ്റ് ആസ് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. In this same stage, requirement analysis is also performed by the developers of the organization. This is attained from customer inputs and sales department market service. So the company ഒരു ഓർഗനൈസേഷൻ വെച്ച് നോക്കുമ്പോഴുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഇൻ ദിസ് സെയിം സ്റ്റേജ് റിക്വയർമെൻറ്റ് അനാലിസിസ് ഈസ് ആൾസോ പെർഫോം. റിക്വയർമെൻറ്റ് അനാലിസിസും പെർഫോം ചെയ്യും. പ്ലാനിങ് മാത്രമല്ല, അതിനൊക്കെ റിക്വയർമെൻറ്റ് ഉണ്ടോ, നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ നോക്കും ബൈ ദ ഡെവലപ്പേഴ്സ് ഓഫ് ദ സെയിം ഓർഗനൈസേഷൻ. ആൻഡ് നെക്സ്റ്റ് ഈസ് സ്റ്റേജ് 2, ഡിഫൈൻ റിക്വയർമെൻറ്റ്സ്. നമുക്കിപ്പോൾ അനാലിസിക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കും. അപ്പോൾ എന്തൊക്കെ ഡിഫൈൻ ചെയ്യണം ആ റിക്വയർമെൻറ്റ്സിന് വരെ. In this stage, all the requirements for the target software are specified. These requirements get approval from the customers, market analysts and stakeholders. സ്വാഭാവികമായിട്ട് നമുക്ക് കസ്റ്റമർ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. ആ അപ്രൂവൽ എന്തായാലും വേണം. ഇങ്ങനെ റിക്വയർമെൻറ്റും കാര്യങ്ങളൊക്കെ അവരെ കൺവിൻസ് ചെയ്തിരിക്കേണ്ടത് ഇങ്ങനെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നത്. This is fulfilled by utilizing SRS, Software Requirement Specification. This is a sort of document that specifies all those things that need to be defined and created during the entire project cycle. So SRS is a sort of document that specifies all those things that need to be defined and created during the entire project cycle. And next thing is സ്റ്റേജ് 3, ഡിസൈനിങ് ആർക്കിടെക്ചർ. നമുക്ക് ഡിസൈൻ ചെയ്യണം. പ്ലാൻ ചെയ്തു, നമുക്ക് റിക്വയർമെൻ്റ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തു, നമുക്ക് എന്ത് ചെയ്യണം, പിന്നെ ഡിസൈൻ ചെയ്യണം. ഒരു രൂപം വേണമല്ലോ, ഒരു പ്രോട്ടോടൈപ്പ് വേണം. SRS is a reference for software designers to come up with the best architecture for the software. അപ്പോൾ SRS ഡിപ്പെൻഡ് ചെയ്തോ അവരൊരു ഡിസൈൻ ചെയ്യും. Hence, with the requirements defined in SRS, multiple designs for the product architecture are presented in the design ഡോക്യുമെൻറ്റ് സ്പെസിഫിക്കേഷൻ. ഡിസൈൻ ഡോക്യുമെൻറ്റ് സ്പെസിഫിക്കേഷനിൽ എന്ത് ചെയ്തു, അത് അവർ ഡിസൈൻ ഉണ്ടാക്കിയെടുക്കും. SRS ഡിപ്പെൻഡ് ചെയ്തിട്ട്. ദിസ് DDS, ഡിസൈൻ ഡോക്യുമെൻറ്റ് സ്പെസിഫിക്കേഷൻ, ഈസ് അസസ്ഡ് ബൈ മാർക്കറ്റ് അനാലിസിസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആഫ്റ്റർ ഇവാലുവേറ്റിംഗ് ഓൾ ദ പോസിബിൾ ഫാക്ടേഴ്സ്, the most practical and logical design is chosen for the development. So വിവിധ തരം ഡിസൈനുകൾ ഉണ്ടാവും നമ്മൾ അനാലിസിസ് അനുസരിച്ച്. അപ്പം ഏതാണ് പ്രാക്ടിക്കൽ എന്നുള്ളതൊക്കെ അനുസരിച്ചും വേരിയസ് അനാലിസിസ് ആയിട്ട് എന്ത് ചെയ്യും നമ്മൾ ചൂസ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് സ്വാഭാവികമായിട്ടും സ്റ്റേജ് 4 നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം. ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നമുക്ക് എന്ത് ചെയ്യാം, സാധാ എഞ്ചിനീയർ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവർ ആദ്യം പ്ലാൻ ഉണ്ടാക്കും, പിന്നെ അവർ എങ്ങനെയൊക്കെ ഒരു ഡിസൈൻ, ഒരു ആർക്കിടെക്ചർ യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ഡിസൈൻ ഉണ്ടാക്കും, ആ ഒരു രീതിയിൽ നോക്കാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബിൽഡിംഗ് അപ്പോൾ ഡിസൈനൊക്കെ ഒരു പ്രോട്ടോടൈപ്പ് നമുക്കൊരു മോഡലൊക്കെ തരില്ല വീട് ഉണ്ടാക്കുമ്പോൾ, എന്നിട്ട് നമ്മൾ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ എഞ്ചിനീയർ തുടങ്ങും പണിയെടുക്കാൻ. അവർ കല്ലും മണലൊക്കെ കൊണ്ടുവരും. അതുവരെ നമുക്ക് CSR സംബന്ധിച്ച് എന്താണ്, കല്ലും മണലാണ് വേണ്ടി അല്ല. നമുക്ക് എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ തുടങ്ങുന്നത്. സോഫ്റ്റ്വെയർ തുടങ്ങുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം. അതിലാണ് നമുക്ക് എന്ത് ചെയ്യണം, അറ്റ് ദിസ് സ്റ്റേജ് ദ ഫണ്ടമെൻ്റൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് സ്റ്റാർട്ട്സ്. ഫോർ ദിസ് ഡെവലപ്പേഴ്സ് യൂസേഴ്സ് സ്പെസിഫിക് പ്രോഗ്രാമിംഗ് കോഡ്. നമ്മളെ കല്ലും മണലൊക്കെ എന്താണ്, പ്രോഗ്രാമിംഗ് കോഡാണ്. നമുക്ക് വേണ്ട പ്രോഗ്രാമിംഗ് കോഡൊക്കെ യൂസ് ചെയ്തിട്ട് ഡിസൈൻ ദ DDS. Hence, it is important for the coders to follow the protocol set by the association. നമ്മൾ അസോസിയേഷന് ചിലപ്പോൾ നമ്മൾ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്ത് പ്രോഗ്രാമേഴ്സ് കോഡ് ചെയ്യേണ്ടത്. കൺവെൻഷണൽ പ്രോഗ്രാമിംഗ് ടൂൾസ് ലൈക്ക്
compilers, interpreters, debuggers, etc. are also put into use at this stage. അപ്പം നമുക്ക് എന്ത് ചെയ്തു ഡീബഗേഴ്സും ഇൻ്റർപ്രറ്റേഴ്സും കമ്പൈലേഴ്സൊക്കെ എന്ത് ചെയ്യേണ്ടി വരും ഇനി യൂസ് ചെയ്യേണ്ടി വരും. ഓരോ വേരിയസ് ലാംഗ്വേജ് അനുസരിച്ച് സം പോപ്പുലർ ലാംഗ്വേജസ് ലൈക്ക് C, CPP, Python, Java ആർ പുട്ട് ഇൻ ടു യൂസ് ആസ് പെർ ദ സോഫ്റ്റ്വെയർ റെഗുലേഷൻസ്. സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യം എന്തോ അപ്പോൾ നമുക്കറിയാം ഈ ഒരു ലാംഗ്വേജ് മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും നമുക്ക് ഫ്ലട്ടർ റിയാക്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആൾസോ സ്റ്റേജ് 5 നമുക്ക് പറയുന്നത് എന്താണ് പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ് ആൻഡ് ഇൻറ്റഗ്രേഷൻ. പ്രൊഡക്റ്റ് ടെസ്റ്റിങ്ങും ഇൻറ്റഗ്രേഷനും നമ്മൾ പറയുന്നത് ടെസ്റ്റ് ചെയ്യണം സ്വാഭാവികമായിട്ടും. സോ എന്ത് ചെയ്യുക ആഫ്റ്റർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് testing of the software is necessary to ensure its smooth execution, although minimal testing is conducted at the every stages of SDLC. ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് 5 സ്റ്റേജ് പറഞ്ഞു. അപ്പോൾ എല്ലാ സ്റ്റേജിലും എന്ത് ചെയ്യണം ഒരു ടെസ്റ്റിംഗ് നടത്തുക. നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്തതൊക്കെ ഓക്കെ ആണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. Therefore, at this stage, all the probable flaws are tracked, fixed and retested. ടെസ്റ്റ് ഒക്കെ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പിന്നെ ടെസ്റ്റ് ചെയ്ത് ഒരു ലൂപ്പായിട്ട് തന്നെ ചിലപ്പോൾ മുന്നോട്ട് പോകും. This ensures that the product confronts the quality requirements of SRS. SRSൻ്റെ quality requirements ഒക്കെ മീറ്റ് ചെയ്യേണ്ടതെന്ന് ടെസ്റ്റിങ്ങിൻ്റെ ഏരിയയിൽ നമ്മൾ നോക്കുക. നെക്സ്റ്റ് തിങ് ഈസ് സ്റ്റേജ് 6 ആണ് ലാസ്റ്റ് സ്റ്റേജ് ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് പ്രൊഡക്റ്റ്. ഡിപ്ലോയ്മെൻറ്റ് ചെയ്യണം പിന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്കിപ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരല്ലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. After detailed testing, the conclusive product is released in phases as per the organization's strategy. Then it is tested in a real industrial environment. It is important to ensure its smooth performance. If it performs well, the organization sends out the product as a whole. അതായത് നമ്മൾ എന്ത് ചെയ്യും ജസ്റ്റ് ഒരു നമ്മൾ ബീറ്റ വേർഷൻസ് ഒക്കെ റിലീസ് ചെയ്യുക അല്ലേ എന്നിട്ട് എന്ത് ചെയ്യും അത് കറക്റ്റ് വർക്കിംഗ് ആണ് നമ്മൾ ജസ്റ്റ് കുറച്ച് യൂസേഴ്സിന് മാത്രമേ അവൈലബിൾ ആക്കുള്ളൂ. വർക്കിംഗ് ആണ് എന്ത് ചെയ്യും മൊത്തത്തിൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും റിലീസ് ചെയ്യും. അതാണ് ഇപ്പോൾ ഈ ഒരു മെയിൻ ഇതിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ആഫ്റ്റർ റിട്രീവിംഗ് ദ ബെനിഫിഷ്യൽ ഫീഡ്ബാക്ക് the company releases it as it is or with auxiliary improvements to make it further helpful for the നമ്മൾ ബീറ്റ വേർഷൻസ് കറക്റ്റ് എന്ത് ചെയ്യും ഫീഡ്ബാക്സും കാര്യങ്ങളും കളക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും അതിന് വർത്ത് ഉണ്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യും മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യും പിന്നെ മൊത്തത്തിലൊന്ന് റിലീസ് ചെയ്യും. ആൻഡ് ആൾസോ ഈ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഫുൾ ടൈം പിന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും ആൻഡ് അതിനനുസരിച്ച് നമ്മൾ റീഡെവലപ്പ് ചെയ്യും. However, this alone is not enough. Therefore, along with the deployment, the product's supervision. Along with the deployment, the product supervision. So, that's the 6 stages and software development life cycle ആണ്. നമ്മൾ കുറേ ലൈഫ് സൈക്കിൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ 6 ലൈഫ് സൈക്കിളിൻ്റെ സ്റ്റേജിലാണ് പറഞ്ഞത്. അതിന് ഓരോ ടൈപ്പ് ലൈഫ് സൈക്കിൾസ് ആണ് നമ്മൾ ഓരോ വേർഷൻ ഓഫ് നമുക്ക് ഓരോ ടൈപ്പ് പ്രൊജക്റ്റിന് വേണ്ടി വരാം. അപ്പോൾ ഇവിടെ വി ഹാവ് മോർ ദാൻ 50 റെക്കഗ്നൈസ്ഡ് SDLC ലൈഫ് സൈക്കിൾസ് അല്ലെങ്കിൽ SDLC മോഡൽസ് നമുക്കുണ്ട്. ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട് നമുക്ക്. ബട്ട് none of them is not perfect. None of them is perfect. അത് പെർഫെക്റ്റ് അല്ല. And each brings its favorable aspects and disadvantages for a specific software development project or a team. എന്ത് ചെയ്തു നമുക്ക് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യുക. എല്ലാം ഒന്നും എന്തല്ല മികച്ചതല്ല. നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക നമുക്ക് ഏതാ വേണ്ട അതിന് ചൂസ് ചെയ്തിട്ട് അതിനെ പെർഫോം ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് സം കോമൺ സോഫ്റ്റ്വെയർ SDLC മോഡൽസ് ആണ് വാട്ടർഫാൾ മോഡൽ, agile model, iterative model, spiral model, V-shaped model and big bang model. സോ ഇതൊക്കെ ഒരു പോപ്പുലർ SDLC മോഡൽസ്. ഞാൻ പറഞ്ഞു 50+ മോഡൽസ് ഉണ്ട്. സോ നമ്മൾ മേജറായിട്ട് നോക്കൽ വാട്ടർഫാളും അജൈലും ഐറ്ററേറ്റീവും സ്പൈറലൊക്കെയാണ് നമ്മൾ നോക്കാറുള്ളത്. സോ ഇത്രയാണ് നമ്മൾ SDLC എന്നുള്ള കൺസെപ്റ്റ്. നമ്മൾ SDLCൻ്റെ സ്റ്റേജസ് പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് 6 സ്റ്റേജസ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ആൻഡ് സിമ്പിൾ ടോപ്പിക്കാണ് പക്ഷേ നമുക്കിത് സിമ്പിളായിട്ട് എടുക്കുക. നമുക്ക് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്താണ് തിയറി ബേസ്ഡ് പേപ്പറാണ്, പ്രോബ്ലം ബേസ്ഡ് അല്ല. ആൻഡ് അതിൽ ചിലപ്പം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ട് നമ്മൾ കുഴപ്പിക്കാവുന്നൊരു ഏരിയയാണ്. സോ SDLCൻ്റെ 6 മോഡൽസ് നമ്മളോട് പറഞ്ഞത്. ആൻഡ് നിങ്ങൾക്ക് ഡീപ്പായിട്ട് പോകണമെങ്കിൽ വാട്ടർഫാൾ മോഡൽസ് ഒക്കെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തെടുക്കുക. ഏകദേശം വാട്ടർഫാൾ മോഡൽ ഏരിയയിലേക്ക് എന്ത് ചെയ്യും ചെറിയ കൺസെപ്റ്റിൽ മാത്രമേ മാറ്റുള്ളൂ, ബാക്കിയൊക്കെ സിമിലർ ആയിരിക്കും. ആൻഡ് അതിൻ്റെ ഇതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഉണ്ടാവും, ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകും. സോ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്തത് SDLCൻ്റെ ഒരു കൺസെപ്റ്റ് ഉള്ളത്. സോ SDLCൻ്റെ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ റെഫർ ചെയ്യുക. ആൻഡ്
ദിസ് ഇസ് ദ വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സെഷൻസൊക്കെ എയ്ഫറിൻ്റെ ഭാഗത്ത് നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു ടോപ്പിക്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും നമ്മളത് ചെയ്യും, അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫ്രീ കണ്ടൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ എയ്ഫറിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എപ്പോഴും ജോയിൻ ചെയ്യാൻ നമുക്ക് ഈ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഉണ്ട്. ആൻഡ് ഐ എം വൈൻഡിങ് ഓഫ് മൈ വീഡിയോ ആൻഡ് താങ്ക് യു. Have a good day.